വീണ്ടും ഇന്ത്യയിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമം നടത്തി പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമാക്കിക്കൊണ്ട് സൈനിക വിവരങ്ങൾ ചോർത്താൻ 16 ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ചു. ഇത് എത്തിച്ചു നൽകിയിരിക്കുന്നതാകട്ടെ നേപ്പാൾ സ്വദേശി വഴിയാണ് എന്നതാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും 75 സൈനികരെ ISI അതായത് ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന വേളയിലായിരുന്നു ഏറ്റവും അധികമായി പാക് ചാര സംഘടനകളെ അല്ലെങ്കിൽ പാക് ചാരന്മാരെ എല്ലാം പിടികൂടിയത്. അന്നും ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും സൈനിക നടപടികളുടെയും വിവരങ്ങൾ ചോർത്തി നൽകുന്നതിനായി തന്നെ ഇന്ത്യയിലെ യൂട്യൂബർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ മിക്കവരും ഇന്ത്യൻ ഏജൻസികൾ ഇവരെ പിടിക്കപ്പെടുകയും ഇവർ ഇപ്പോൾ ജയിലിൽ കഴിയുകയുമാണ്. എന്നാൽ ഇപ്പോൾ നേപ്പാൾ വഴിയാണ് പുതിയ നീക്കം നടത്തുന്നതെന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഡൽഹിയിലെ ലക്ഷ്മി നഗറിന് ഓഗസ്റ്റ് 28-ന് അറസ്റ്റിലായ നേപ്പാൾ സ്വദേശി പ്രതാപ് കുമാർ ചൗരസ്യ അയാളിൽ നിന്ന് 16 ഇന്ത്യൻ സിം കാർഡുകൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കണ്ടെത്തിയിരുന്നു.